ഏതോ ഒരു ഷോട്ട് എടുക്കുമ്പം സിംഹം വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഹൈറ്റിലോട്ട് ചാടി. അപ്പൊ ട്രെയിനർ എൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതല്ല, അതിൽ എനിക്ക് ഏറ്റവും ഞാൻ ചിരിച്ചത് സംവിധായകൻ മറ്റൊരു സിംഹത്തിന്റെ വഴിക്ക് പോകുന്നതല്ലാതെ ട്രെയിനർ പറയുന്ന പോലെ ഒന്നും സിംഹം നിൽക്കത്തില്ല. ഇല്ല. ഈ സംവിധായകൻ ഒരു കൂട്ടിനകത്ത് കിടക്കുകയാണല്ലോ. പുള്ളി സേഫായിട്ട് നിൽക്കണം. എല്ലാരും കൂട്ടിനകത്താ, നമ്മളും കൂട്ടിനകത്താ. പക്ഷെ അഭിനയിക്കുന്ന സമയത്ത് മാത്രം കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങും. സംവിധായകൻ ഇങ്ങനെ നിന്നിട്ട് മറ്റേ സിംഹം ചാടണോണ്ട് ഈ കൂടോടുകൂടി ചാട്ടി, കൂടോടുകൂടി അങ്ങനെ കഴുത്തുള്ളിക്ക് 2 ദിവസം ഹോസ്പിറ്റലിൽ. അങ്ങനെ മൊത്തം 7 ദിവസം എടുത്തു. 5 ദിവസത്തിൽ തീരേണ്ട പരിപാടിയാണ്. സിംഹം ഒന്നിരാടെ അഭിനയിക്കും. അതിന് വയറ് കുത്തു കഴിഞ്ഞാൽ പിന്നെ അഭിനയിക്കില്ല. ഷോട്ടിന്റെ സമയത്ത് തൊട്ട് മുമ്പ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങും. സിംഹം അപ്പം അടുത്തോട്ട് ഇങ്ങനെ വരും. ഒരു ലിമിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ഓടി അകത്തോട്ട് കൂട്ടിനകത്തോട്ട് കയറിയിരിക്കും. നമ്മൾ കയറണം. സിംഹത്തിന് എന്ത് ക്യൂ അടിച്ച് കയറി വാ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അത് ചിലപ്പോൾ ആ ടൈമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഒരു കോമഡി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പരിപാടി ആയിരിക്കും. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ അടിച്ച് കയറി വാ. ദാറ്റ്സ് എ മാജിക് ഓഫ് മൂവീസ്. നമുക്ക് എപ്പോഴാണ് മാജിക് സംഭവിക്കുന്നുള്ളത് പറയാൻ സാധിക്കില്ല. കംഫർട്ട് മേ ബി ചിലപ്പോൾ അതർ ലാംഗ്വേജിൽ വി ഗെറ്റ് പാമ്പേർഡ് മോർ. ഞങ്ങളും പാമ്പർ ചെയ്യും, സമയം കിട്ടാത്തതുകൊണ്ട്. ഇത്ര ദിവസത്തിലുള്ള സിനിമ ഇറക്കണം എന്നുള്ളൊരു ഇതുള്ള ഇല്ല. നമ്മൾ പാമ്പർ ചെയ്ത് വേറെ ലെവലാക്കിയത്. നമ്മൾ പാമ്പർ ചെയ്ത 3-4 പേര് ഇപ്പോഴും എവറസ്റ്റിലുണ്ട്. മറ്റേ കത്തിയെടുത്ത് വീശാക്ക, അത് ഞാൻ സ്കിറ്റി കളിച്ച സാധനമാണ് ഡ്രാമയില്. മറ്റേ കത്തിയെടുത്ത് വീശറ, അങ്ങനല്ല ഇങ്ങനെ വീശാൻ എന്നൊക്കെ, അങ്ങനെ കുറെ സാധനം. റൊമാൻറ്റിക് ത്രില്ലർ ഹീറോ ചാക്കോച്ചൻ. പക്ഷെ അതിപ്പോ എന്തെന്നറിയാം, മുമ്പൊക്കെ എനിക്ക് ചാക്കോച്ചൻ ഞാൻ പറയും ഇങ്ങനെ വന്നിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മൊക്കെ വെച്ചിട്ടാ പോകുന്നത്. ആർക്കാ ഇഷ്ടമല്ലാത്തത്? എന്നിട്ട് ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ ഒരു കെട്ടി മറ്റേ 2-3 പടത്തിന് ശേഷം ഇങ്ങനെ വരും. അതിലെ ചില സീക്വൻസുകളൊക്കെ ഓർമ്മ വരും. ട്രാഫിക് മൂവിയില് ശ്രീനേട്ടൻ അധികം അങ്ങനെ വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയല്ലല്ലോ. അധികം നല്ല ഒട്ടും ഓടിക്കാറില്ല. വണ്ടി മറിയാതിരിക്കാൻ വേണ്ടി, ഇടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഹാൻഡ് ബ്രേക്ക് പിടിച്ച് വലിക്കും, ആസിഫ് ഗിയർ ന്യൂട്രലോട്ടാക്കും, സ്റ്റിയറിംഗ് പിടിച്ച് ഇങ്ങോട്ട് തിരിക്കും. അങ്ങനത്തെ ഒക്കെ പല കലാപരിപാടികളും ചെയ്തിട്ടാണ് ഞങ്ങളെല്ലാവരും ഒറ്റ പീസിൽ ഇപ്പോൾ നിങ്ങളുടെ മുമ്പ് ഇരിക്കുന്നത്. ഒറ്റ പീസിൽ. കാലം മാറുന്നതനുസരിച്ച് എല്ലാം മാറും. ആസ്വാദനത്തിന്റെ രീതികൾ മാറും, അതിൻ്റെ ഒരു പേസിങ് മാറും. അപ്പൊ അതനുസരിച്ച് നമ്മളും മാറണം. ഇല്ലെങ്കിൽ ഏറ്റവും നല്ല ട്രോൾ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ മാറും. മാറിയിരിക്കും. അടിച്ച് കേറി വാ. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് ജൂൺ 14 തിയേറ്ററിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്ന മൂവിയാണ്. ഈ മൂവിയുടെ പേര് ഗിർ എന്ന് പറഞ്ഞ സിനിമയാണ്. ആൻഡ് ടുഡേ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളത് തന്നെ ചാക്കോച്ചൻ, സുരാജ് ചേട്ടാ ആൻഡ് അനക. ഹലോ. അല്ലല്ലോ, എന്താണ് വിശേഷങ്ങൾ? വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് തന്നെ. നമ്മളങ്ങ് ജൂൺ 14 സിംഹത്തെ അങ്ങ് തുറന്നു വിടുകയാണ്. ആ ടെറിട്ടറിയിൽ നിന്ന് വിടുകയാണല്ലേ? പക്ഷെ ടെറിട്ടറിയിലേ നിങ്ങളെല്ലാവരും ഉണ്ടാവണം. ആ ടെറിട്ടറിയില്. അതെ, അത് ഓഫ് കോഴ്സ് നമ്മൾ ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും. സോ അപ്പോൾ പറയൂ, ഓൾ അബൌട്ട് ഗിർ എന്താണ് പരിപാടി? ഇതൊരു സർവൈവൽ ത്രില്ലർ കോമഡി മൂവി തന്നെയാണ്. അത് ആ രീതി തന്നെയാണ് നമ്മളിതിനെ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അതേ രീതിയിൽ പ്രേക്ഷകർ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിൽ നമ്മൾ ടീസറും എല്ലാം കാണുമ്പം ശരിക്കും എൻക്ലോഷറിലേക്ക്, ഒരു സിംഹത്തിൻ്റെ ഓപ്പൺ എൻക്ലോഷറിലേക്ക് ഒരു ആൾ മദ്യപിച്ച് എടുത്ത് ചാടുന്നു. അയാൾ കാണിക്കുന്ന ഷോ, അയാളെ രക്ഷിക്കാൻ നോക്കുന്ന സൂവിലെ ആൾക്കാർ. അതിൽ സുരാജിൻ്റെ ക്യാരക്ടർ അതിൽ സൂവിലെ സൂപ്പർവൈസറിൻ്റെ ആണ്. പുള്ളി രക്ഷപ്പെടുത്താൻ നോക്കുന്നു. കുറേ ആൾക്കാർ ഇത് എന്താണെന്നറിയാതെ, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഇവരെ രക്ഷപ്പെടുത്തും എന്നുള്ളത് അറിയാതെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോസ്റ്ററിൽ ഇത് കാണുമ്പം അറിയാൻ പറ്റും അത്ര ആവേശത്തോടെ നിൽക്കുന്ന ഞാനിപ്പോൾ പേടിച്ച് വരേണ്ടതാണ് പുറകിൽ ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ സിറ്റുവേഷൻസ് മാറും എന്നുള്ളതല്ല ഇതിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ഇതൊരു ഫൺ റൈഡ് മൂവി തന്നെയാണ്. സബ് ലേയേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ സബ് പ്ലോട്ടുകളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ബന്ധങ്ങളുടെയും അവസ്ഥകളുടെയും സമൂഹത്തിൻ്റെയും കാര്യങ്ങൾ, പൊളിറ്റിക്സും എല്ലാം നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ ഫൺ റൈഡ്. ഓക്കെ. അപ്പോൾ ഇതിൽ സുരാജേട്ടൻ നോക്കുകയാണെങ്കിൽ ഇതൊരു കോമഡി എന്ന് വേണമെങ്കിൽ പറയാം. ക്യാരക്ടർ അല്ലേ? തീർച്ചയായിട്ടും കോമഡി അല്ല, ആ സിറ്റുവേഷണൽ കോമഡി എന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ, ആ കഥാപാത്രങ്ങളാരും കോമഡി അല്ല, സിറ്റുവേഷൻ എല്ലാം വളരെ രസകരമായിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഓക്കെ. ഇത് കേട്ടപ്പോൾ തന്നെ ഫസ്റ്റ് ഓക്കെ ഇത് ചെയ്യാം എന്നുള്ളൊരു ഇത് തോന്നിയത് തന്നെ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ തന്നെ. പിന്നെ ഇതൊരു ഗ്ലോബൽ സംഭവമല്ലേ, ഒരുപാട് ഇതുപോലുള്ള ഇൻസിഡന്റ് ഒരുപാട് സ്ഥലത്ത് നടന്നിട്ടുള്ളതാണ്.
പറഞ്ഞ പോലെ തന്നെ നമുക്കും അത് കാണുമ്പോൾ ഫസ്റ്റ് ഈ കഥ വന്ന് പറഞ്ഞപ്പോൾ നമുക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ദൈവമേ, ഈ സിംഹത്തിൻ്റെ അടുത്ത് പെട്ടുപോയി, ഡാർക്കാണല്ലോ, ഇതെങ്ങനെ ചിരി വരും, നമ്മൾ പേടിക്കുമല്ലോ. പക്ഷെ പിന്നെ അതിൻ്റെ തിരക്കഥ വായിച്ചപ്പോൾ ഭയങ്കര രസകരമായിട്ടാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. കാര്യം ഈ രണ്ടുപേരും ഇവിടെ പെട്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതെല്ലാം സിറ്റുവേഷൻ വൈസ് എല്ലാം ചിരി, ഫുൾ ടോട്ടൽ ചിരിയാണ് സിനിമ. അത്രയും ഈവൻ അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണെങ്കിലും അതിനെ നർമ്മത്തിലൂടെ പോർട്രേറ്റ് ചെയ്യുന്നു വേണമെങ്കിൽ പറയാം. ആൾക്കാർക്ക് ചിരിക്കാനും എന്റർടൈൻ ചെയ്യാനും ദാറ്റ്സ് എ ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇവർ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ സൂവിനെ ചുറ്റിപ്പറ്റി അവരുടെ ആക്ഷൻ എന്തായിരിക്കും, അതെല്ലാം ഹ്യൂമറാ. അവർ രക്ഷപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങൾ അതെല്ലാം ഹ്യൂമറിലാണ് പോകുന്നത്. അനുക, ഇതിൽ എന്താണ് പരിപാടികൾ? യെസ്, ഇതിലെ ക്യാരക്ടർ ഇതിനകത്ത് രചന എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. പുള്ളിക്കാരി ഒരു വെൽ ഓഫ് ഫാമിലി ജനിച്ച ഒരു കുട്ടിയെ, എന്നാൽ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഭയങ്കര ഒപ്പീനിയേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ചാക്കോച്ചൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നതാണ്. ആൻഡ് സോ അങ്ങനെ പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ആൻഡ് ദെൻ വാട്ട് ദാറ്റ് ലീഡ്സ് ടു സംതിങ്, അതാണ് അങ്ങനെയാണ് ഇതിന്റെ ഒരു ലവ് ഇൻട്രസ്റ്റ് ആണെങ്കിലും ഈ ലവ് കാരണമാണ് പുള്ളി എടുത്ത് ചാടുന്നത് കേട്ടോ. കാരണം നമ്മൾ ആദ്യത്തെ ഒരു സോങ് ഇറക്കുമ്പോൾ അതിലെ വരികൾ ശ്രദ്ധിച്ചറിയാം. ദുരിതമീ പ്രണയം അതികഠിനം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പ്രണയത്തിനെ പ്രായിക്കൊണ്ടുള്ള പരിപാടിയാണ്. അപ്പൊ അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ലവ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാലും നീ കാരണമാണ് രജനി എന്ന മഞ്ചകി ഞാൻ എടുത്ത് ചാടിയത്. ഓക്കെ. ഈ അതുപോലെ തന്നെ സുരേഷ് ചേട്ടാ, നമ്മൾ ഇതിനു മുമ്പ് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ ക്യാരക്ടേഴ്സ് അതിപ്പം ചാക്കോച്ചനെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്യാരക്ടേഴ്സ് പല കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് പല ജോണേഴ്സ് ചെയ്യുന്ന ഒരു വ്യക്തികളാണ് നമ്മൾ രണ്ടുപേരും നോക്കുമ്പോൾ. സുരേഷിനെ പറ്റി നോക്കുകയാണെങ്കിൽ കോമഡി ആണെങ്കിൽ നമ്മൾ എത്ര കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊന്ന് കുറച്ച് മുമ്പ് ഇവിടെ നമ്മുടെ തന്നെ ഒരാൾ വരച്ച ഒരു പരിപാടി ഇപ്പോഴാണ് കാണുന്നത്. മറ്റേ പടം ഇറങ്ങുന്ന സമയത്ത് വരച്ചു തന്നത് അന്ന്. പക്ഷെ അത് സുരേട്ടൻ കണ്ടില്ല അന്ന്. ഞാൻ കണ്ടു, ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ട്രോളോ പരിപാടികൾ. ആൻഡ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഗ്രാഫിൽ നോക്കുമ്പോൾ എല്ലാം വരുന്നു, എല്ലാ കൈൻഡ് ഓഫ് ജോണേഴ്സും വരുന്നൊരു ഗ്രാഫ്. സീരിയസ് ആണെങ്കിൽ സീരിയസ്, അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്നു. പക്ഷെ ഇപ്പോഴും നമുക്ക് ഇപ്പോൾ കാര്യസ്ഥൻ എന്ന് പറയുന്ന സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എനിക്ക് ആണല്ലേ, കറക്റ്റ് ടൈമിൽ ചോദിച്ചു. ഈ ലിമിറ്റ് ഒരു കോമഡിക്ക് ചിലപ്പോൾ ഒരു ലിമിറ്റ് വെച്ചേക്കാം, ആ ലിമിറ്റിൽ കൂടുതൽ വിട്ട് പോകരുത് എന്ന് പറയാം ചില സിനിമയ്ക്ക്. പക്ഷെ കാര്യസ്ഥന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ലിമിറ്റേ അവിടെ പരിപാടിയില്ല. ഫുൾ അഴിച്ച് വിട്ട ഒരു പരിപാടിയാണല്ലോ. അതിലെ ഒരു മറ്റേ ഗ്ലാസ്സിലെ മറ്റേ ടാഗൊക്കെ തൂക്കി അതിൽ ഇപ്പൊ കണ്ടതല്ലേ ഉള്ളൂ, ഫ്രഷ്നെസ് ഉണ്ടാവില്ല അതിന്റെ പറയുമ്പോൾ. അതിലൊരു ബെസ്റ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് തന്നെ ഈ അഴിഞ്ഞാട്ടം വരുന്നു കോമഡിയുടെ. അതിന് ഡയറക്ടറും സമ്മതിച്ചു എന്നുള്ളതാണ്. അത് അൾട്ടിമേറ്റ്ലി അദ്ദേഹം പറയുന്നതാണല്ലോ, നമ്മൾ ഓരോ സംഭവങ്ങൾ സിറ്റുവേഷനിൽ ഇന്ന സാധനം കയറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ കാണിക്കും. അതൊക്കെ അപ്പോൾ വന്നതാ. ഞാൻ പറഞ്ഞത് പൊട്ടിക്കണ്ട ഇട്ടോട്ടെ, അതിൻ്റെ വിലയൊക്കെ അത്ര എന്ന് വെച്ചാൽ മറ്റേ ക്യാരക്ടറിനേക്കാൾ ഇയാള് ഇത്തിരി നല്ല സാമ്പത്തികമായിട്ട് ഉയർന്നതെന്ന് മറ്റവരെയും കാണിക്കാൻ വേണ്ടി എൻ്റെ സ്റ്റിക്കറൊക്കെ പൊട്ടിക്കാറ്റ് 14 രൂപയായി എന്ന് പറയുന്ന അത്ര പൊട്ടന. ആ ക്യാരക്ടറും പൊട്ടന, കുട്ടൻ പൊട്ടൻ എന്നാണല്ലോ വിളിക്കുന്നത്. ഇടപെട്ടാന്ന് സ്പോട്ട് ഇംപ്രവൈസേഷൻ ഒരുപാടുണ്ടായിരുന്നു അതിൽ. അങ്ങ് ശരിയാ അഴിച്ചു വിട്ട പോലെ ആയിരുന്നു അതില്. മറ്റേ കത്തിയെടുത്ത് വീശാക്ക അത് ഞാൻ സ്കിറ്റി കളിച്ച സാധനമാണ് ഡ്രാമയില്. മറ്റേ കത്തിയെടുത്ത് വീശറാ, അങ്ങനെയല്ല ഇങ്ങനെ വീശാൻ എന്നൊക്കെ അങ്ങനെ കുറെ സാധനം. മുണ്ടെടുക്കുന്നത് മറ്റേ ലാലേട്ടന്റെ സാധനം, ഇതൊക്കെ എങ്ങനെയെന്തോ അങ്ങനെ കൊടുക്കുന്നത്. ഈവൻ ലുക്കാണെങ്കിലും നമ്മള് പല കൈൻഡ് ഓഫ് ലുക്കാണല്ലോ. ചില മുടി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, പല ലുക്ക്, മറ്റേതിൽ അങ്ങനെ അങ്ങനെ ഡിഫറെന്റ് പരിപാടികളാണല്ലോ. ഓക്കെ. പക്ഷെ അതുപോലെ ഒരു ഓളമുള്ള നല്ല എല്ലാ സ്ഥലത്തു നിന്നും, അതായത് നമ്മൾ രണ്ടുപേരുടെ മാത്രമല്ല എല്ലാ സ്ഥലത്തു നിന്നും ഇതുപോലെ പെർഫോമൻസ് ഏരിയ ഉണ്ട് ഈ സിനിമയിലും. നമ്മുടെ ഗിറില് ഫുൾ ഒരു അഴിഞ്ഞാട്ട കോമഡിയാണ് എന്ന് വെച്ചാൽ നല്ല സിറ്റുവേഷൻ, എന്നാൽ വെർബൽ ഹ്യൂമർ ഉണ്ട്. നമ്മൾ മാത്രമല്ല, രാജേഷ് മാധവനുണ്ട്, അദ്ദേഹത്തിന്റെ കുറെ ഏരിയകളുണ്ട്. പിന്നെ എൻ്റെ കൂടെയുള്ള ശ്രുതി രാമേന്ദ്രനുണ്ട്, ശോഭി ചേട്ടനുണ്ട്, പിഷാരടി, അലൻസിയർ ഏട്ടൻ, സിബി തോമസ്, അങ്ങനെ കുറെ പേരുണ്ട്. കോംബോ പറയുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാമല്ലോ എങ്ങനെയാവുന്നുള്ളത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാക്കോച്ചനും ഇത് റിലേറ്റബിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഒരു വേഴ്സറ്റാലിറ്റി എന്ന് പറയുന്നത് ഒരു ജോണേഴ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണേഴ്സ് ചെയ്യുന്നു. പക്ഷേ
ഇപ്പം നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ജോണേഴ്സ് ചെയ്യുന്നു. ഇപ്പം എന്നതാൻ കേസോടിൽ കംപ്ലീറ്റ്ലി ഉൾട്ട, അതിപ്പോൾ എല്ലാത്തിലും ഉൾട്ട പരിപാടി. അതാണല്ലോ ഒരു ആക്ടർ വിജയം എന്ന് പറയുമ്പോൾ. പക്ഷെ ഞാൻ ഈയിടെ ഏതോ ഒരു സ്റ്റേജിൽ ഞാൻ കണ്ടാണ് ഇപ്പോഴും ദ റൊമാൻറ്റിക് ത്രില്ലർ ഹീറോ ചാക്കോച്ചൻ. പക്ഷെ അതിപ്പോ എന്തെന്നറിയാം, മുമ്പൊക്കെ എനിക്ക് ചാക്കോച്ചൻ ഞാൻ പറയും ഇങ്ങനെ വന്നിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മൊക്കെ വെച്ചിട്ടാ പോകുന്നത്. ആർക്കാ ഇഷ്ടമല്ലാത്തത്? എന്നിട്ട് ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ ഒരു കെട്ടി മറ്റേ രണ്ടൊന്ന് പടത്തിന് ശേഷം ഇങ്ങനെ വരും. അതിലെ ചില സീക്വൻസുകളൊക്കെ ഓർമ്മ വരും. ഫൈറ്റ് സാധനമൊക്കെ ഓർമ്മ വന്നു കഴിയുമ്പോ അല്ലേ അത് ചാക്കോച്ചൻ അത് ഫീൽ ഇല്ല. അപ്പൊ അങ്ങനെ നമ്മളെ ടാഗ് ചെയ്ത് വിളിക്കുമ്പോൾ വോട്ട് യു ഫീൽ? അത് ഹാപ്പിനെസ് ആണോ അതോ? രണ്ടും ഉണ്ട്. കാരണം അത് ഒരു പരിധിയിൽ അല്ലെങ്കിൽ ഒരു പരിധി കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ അതിനുശേഷം അതൊരു ബാധ്യതയാണ് എന്ന് വളരെയധികം അനുഭവിച്ച ആളാണ് ഞാൻ. അപ്പോൾ ആ ഒരു ടാഗ് മാറ്റിയെടുക്കാനായിട്ട് മനഃപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതൊരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് രണ്ട് രീതിയിൽ, ഒരു രീതി നോക്കുകയാണെങ്കിൽ നല്ലതാണ്, വേറെ രീതി നോക്കുകയാണെങ്കിൽ മോശമാണ്. പക്ഷേ അത് ഞാൻ ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അവരങ്ങനെ ഇപ്പോഴും ചോക്ലേറ്റ് ഹീറോ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ഇപ്പൊ ചെയ്ത പടങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്ക് എന്നിപ്പോൾ എനിക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ദൈവം സഹായിച്ച്. അപ്പോൾ ദാറ്റ് ഈസ് ദർ. പക്ഷേ ഐ സ്റ്റിൽ എൻജോയ് ദാറ്റ്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് ഉള്ളൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ആ ടാഗ് തീർച്ചയായിട്ടും മറ്റു പലർക്കും പോകും. അത് യാതൊരു സംശയമില്ല. ഇപ്പം അതിനുശേഷം എനിക്കൊന്ന് പ്രേമം അല്ലെങ്കിൽ ഹൃദയം പോലുള്ള സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അനിയത്തിപ്രാവിൻ്റെ ഒരു പ്രത്യേകത തോന്നിയിട്ടുള്ളത് ഇത് യൂത്തിനും ഫാമിലിക്കും ഒരേപോലെ. ഇപ്പോൾ ലാസ്റ്റ് ക്ലൈമാക്സിൽ ശരിക്കും പറഞ്ഞാൽ സ്കോർ ചെയ്യുന്നത് രണ്ട് അമ്മമാരാണ്. നായകനും നായികയേക്കാൾ ഉപരി അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് ശരിക്കും അനിയത്തിപ്രാവിനെ വേറൊരു തലത്തിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതായിരിക്കാം ഇപ്പോഴും സോ കോൾഡ് ടാഗ് ഇപ്പോഴും എൻ്റെ അത് കഴിഞ്ഞ് ബാക്ക് ടു ബാക്ക് കുറച്ച് മൂവീസ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ട്രാഫിക് പോലുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അഞ്ചാം പാതിര, നാത്താൻ കേസോട്, ചാവേറ് പോലുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സിനിമകളും കഥാപാത്രങ്ങളുമാണ്. അതും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു. സോ ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കെ. ഈ അനിയത്തിപ്രാവ് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ആ ടൈമിൽ ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിലും ഒരു ആക്ടറും ഒരു ആക്ട്രസും ഒരുമിച്ച് കുറച്ച് മൂവി അധികം ചെയ്ത് കഴിഞ്ഞാൽ പീപ്പിൾ തിങ്ക് ദേ ആർ ഇൻ ലവ്, അല്ലെങ്കിൽ നോർമലി അങ്ങനെ ഒരു തോട്ട് ആൾക്കാർക്ക് കാണും. അപ്പോൾ അത് ആൾക്കാർക്ക് ഇപ്പം ചാക്കോച്ചനും ശാലിനി ഇവരാണ് ഒരുമിച്ച് എപ്പോഴും പെയറാകുമ്പോൾ ആൾക്കാർക്ക് ഡൗട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈയിടെ കണ്ട് സ്റ്റേജിൽ ചാക്കോച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കമൽ സാറിനെ പറ്റി പറഞ്ഞപ്പോൾ കമൽ സാർ തന്ന ഒരു ഇതും ഇത് ഗ്രേസ് കൊണ്ട് കിട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, എന്നാലും ആ ശാലിനെ അജിത്തിനെ വിട്ടുകൊടുത്ത് മോശമായി പോയി എന്ന് പറഞ്ഞൊരു ഡയലോഗ്. അത് മേ ബി ആ ഒരു ടൈമിൽ ആ ഒരു ഫൺ ഫ്ലോയിൽ പറഞ്ഞതാവാം. തീർച്ചയായിട്ടും അതിലപ്പുറം ഒന്നുമില്ല. അല്ലെങ്കിൽ AK-47 പുള്ളി എല്ലാം വന്ന് അരിപ്പയാക്കി കളയും. ഇറ്റ് വാസ് ഫൺ. ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. കാരണം ഫ്രണ്ട്ഷിപ്പ് എന്ന് മീൻസ് അവരുടെ പ്രണയം എനിക്കറിയാമായിരുന്നു. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. സോ ദാറ്റ് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് വാസ് ദെയർ. അടിപൊളി. ആരും മറക്കാത്ത ഒരു പരിപാടിയാണ് ഭീഷ്മപർവം എന്ന് പറയുന്ന. അതിലെ സോങ് ആണെങ്കിലും ശരി, അതിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ശരി. പക്ഷേ അപ്പാരൻ്റ്ലി യു ഡൂയിങ് തമിഴ് ഓൾസോ. തമിഴിലും ആ ഒരു ഹിറ്റ് പരിപാടികൾ വന്നിട്ടുണ്ട്, സോങ് ആണെങ്കിലും ഒക്കെ. അപ്പം ഓഫ് കോഴ്സ് ആ ഒരു മലയാളത്തിൻ്റെയും തമിഴിൻ്റെയും ഒരു ഈവൻ തെലുങ്കു ഉണ്ടല്ലോ. സോ വാട്ട് ഈസ് എ ബിഗ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ് ഫ്രം യുവർ മോർ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? മോർ ദാൻ വാട്ട് ഐ ഗെറ്റ്, ഐ തിങ്ക് ഇവിടെ വർക്ക് ചെയ്യാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ, കുറച്ചും കൂടെ നമ്മൾ മദർ ടങ് ആകുമ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് ഉണ്ട്. അല്ലാതെ എനിക്ക് തോന്നുന്നു ഈ വർക്കിംഗ് സ്റ്റൈൽ വെച്ച് കുറച്ചും കൂടെ ഡീപ്പാണ് ഇവിടെ. പ്രീ പ്രൊഡക്ഷനിൽ സ്ക്രിപ്റ്റിൽ ആണെങ്കിലും സോ ഇൻ ദാറ്റ് സെൻസ് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട്, പിന്നെ റൈറ്റിങ്ങിലും ഒക്കെ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതാണ് മെയിൻ ഒരു ഡിഫറൻസ്. അല്ലാതെ കംഫർട്ട് എന്ന് നോക്കുമ്പോൾ കംഫർട്ട് മേ ബി ചിലപ്പോൾ അതർ ലാംഗ്വേജിൽ വി ഗെറ്റ് പാമ്പേർഡ് മോർ. പക്ഷേ കുറച്ചും കൂടെ ഡീപ്പായിട്ട് കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ ഞങ്ങളും പാമ്പർ ചെയ്യും. സമയം കിട്ടാത്തതുകൊണ്ട് ഇത്ര ദിവസത്തിലുള്ള സിനിമ ഇറക്കണം എന്നുള്ളൊരു ഇതുള്ള ഇല്ല. നമ്മൾ പാമ്പർ ചെയ്ത് വേറെ ലെവലാക്കിയാണ്. നമ്മൾ പാമ്പർ ചെയ്ത 3-4 പേര് ഇപ്പോഴും എവറസ്റ്റിലുണ്ട്. ഇവിടെ പേര് തന്നെ പാമ്പരാസി എന്നാണ്. പാപ്പരാസി അത് പറഞ്ഞ നന്നായിരുന്നല്ലേ. റൈറ്റിംഗിലൊക്കെ പിന്നെ
എല്ലാ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആണ് ഇവിടെ പ്രീ പ്രൊഡക്ഷൻ അങ്ങനെ തോന്നി. ഓക്കെ. ഇപ്പൊ ഈ നമ്മൾ എല്ലാവരും മീഡിയയിലുള്ള എല്ലാവരും ഇൻക്ലൂഡിങ് ആക്ടേഴ്സ് ആണെങ്കിലും ആൾക്കാരാണെങ്കിലും നോക്കുന്ന ഒരു പരിപാടി ആ ടോപ്പ് ഓഫ് ദ അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രോളോ അല്ലെ നിൽക്കുന്ന എന്താണെന്നുള്ളതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ. അങ്ങനെ നോക്കുമ്പോൾ ചാക്കോച്ചൻ്റെ തന്നെ മൂവിയാണ് ജലോത്സവം. അതില് റിയാസ് ഖാന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അടിച്ച് കയറി വാ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അത് ചിലപ്പോൾ ആ ടൈമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഒരു കോമഡി ആയിരിക്കും അല്ലെങ്കിൽ ഒരു പരിപാടി ആയിരിക്കും. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ അടിച്ച് കയറി വാ. അല്ല, ദാറ്റ് ഇസ് എ മാജിക് ഓഫ് മൂവീസ്. നമുക്ക് എപ്പോഴാണ് മാജിക് സംഭവിക്കുന്നുള്ളത് പറയാൻ സാധിക്കില്ല. ആ സമയത്ത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യപ്പെടാതെ പോയ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഈവൻ ഒരു ചെറിയ ഡയലോഗ് പോലും പിന്നീട് എന്താ പറയുക എല്ലാവരും കൊണ്ടാടുന്ന ഒരു സിനിമയോ കഥാപാത്രമോ ഡയലോഗോ ആയിട്ട് മാറും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഹാപ്പി ഫോർ ദാറ്റ്. സോ ഹാപ്പി. ആ ടൈമിലും ഇത് നിങ്ങൾ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്തിരുന്നു ആ ഷൂട്ടിന്റെ ടൈമിൽ, അല്ലെങ്കിൽ അത് എനിക്കറിയില്ല, അത് പാർട്ട് ഓഫ് ദാറ്റ് ക്യാരക്ടർ, ആ ഒരു ഡയലോഗ് എന്നുള്ള രീതിയിൽ മാത്രമേ അത് കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. അത്രയ്ക്കൊരു ഇമ്പോർട്ടൻസ് ആ സമയത്ത് കൊടുത്ത് കാണത്തില്ലായിരിക്കും. ഇപ്പോഴാണ് അത് വേറെ ലെവലിലോട്ട് സ്കൈ റോക്കറ്റ് ചെയ്തത്. അതെ, ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നു പറയുന്നത് പോലെ ഇപ്പൊ ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ അതിനകത്ത് ക്യാരക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേ ചക്ക സിനിമയുടെ പരിപാടിയാണെങ്കിൽ പോലും, ആൻഡ് എസ്പെഷ്യലി അങ്ങനെ നോക്കുമ്പോൾ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും സൗണ്ട് തോമയിൽ പറയാൻ പറ്റും അല്ലേ? സൗണ്ട് തോമയിലും ആ ബോഡി ലാംഗ്വേജിനും ഒരു ഡിഫറൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം മറ്റേ മീറ്റർ പിടിക്കുകയും ചെയ്യണം. അതെങ്ങനെയായിരുന്നു അതിലെ ഒരു അത് മുട്ടയടിക്കണമെന്ന് മുട്ടയായിരുന്നു അതില് ഒരു ചെറിയ രീതിയിൽ? അതല്ല, വൈശാഖ് തന്നെയാണ് അത് ഡിസൈൻ ചെയ്തത്. എനിക്ക് അതിൻ്റെ നല്ല ഓർമ്മകൾ. കോമഡി തന്നെ സാധാരണ സംഭവിക്കുന്നു. അന്നൊന്നും നമ്മളങ്ങനെ ഇതൊന്നും നോക്കൂലല്ലോ, എന്താ കഥ അതിൻ്റെ ഇത് അങ്ങനെയൊന്നുമില്ല. ആ സമയത്തൊക്കെ ഒരു വർഷം എത്ര സിനിമകളൊക്കെ അഭിനയിക്കും? ഒരു വർഷമോ കാര്യം അയ്യോ, ഒരു ദിവസം 2, 3, 4 പടം. ഞാൻ മറ്റേ നമ്മുടെ ഇവള് എലിസമ്മയില് ഇവിടെ വന്ന് ചെയ്തിട്ട് പിന്നെ ഞാൻ ട്രിവാൻഡ്രത്താ പോകുന്നത്. ഓടി നടന്ന് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ദിവസം 2, 3, ഏറ്റവും കൂടുതൽ 4 പടം ഒറ്റ ദിവസം. 4 കുഞ്ഞു സീൻ, വെളുക്ക പോകുന്നു. ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ ആ ടൈമിൽ ഒരു ഫിൽട്രേഷൻ പ്രോസസ് അല്ല ഇപ്പോൾ ആക്ച്വലി തോന്നുന്നു. സിനിമകൾ മാറി, കോമഡികളുടെ രീതികൾ മാറി. ചിലപ്പോൾ ആ ടൈമിൽ ഒരു കോമഡി ചിലപ്പോൾ ഇപ്പം ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല. അപ്പം നമ്മൾ യൂഷ്വലി നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് ഫിൽട്ടർ ചെയ്യേണ്ടതായിട്ട്. ആ സമയത്ത് കോമഡി മാത്രമല്ല എന്താണെങ്കിലും പണ്ടത്തെ റൊമാൻസ് ചിലപ്പോൾ ഇപ്പൊ കാണുമ്പോൾ ഏറ്റവും ക്ലീഷേ, ക്രിഞ്ച്, ചളി എന്നൊക്കെ നമുക്ക് തോന്നും. ചിലപ്പോൾ ആ സമയത്ത് ചെയ്ത മാസ് പരിപാടി കണ്ട് ചിരിച്ച് തലകുത്തി മറിയും. ഇപ്പം അപ്പൊ അങ്ങനെ ഇല്ലേ? അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അത് കാലം മാറുന്നതനുസരിച്ച് എല്ലാം മാറും. ആസ്വാദനത്തിന്റെ രീതികൾ മാറും, അതിന്റെ ഒരു പേസിങ് മാറും. അപ്പൊ അതനുസരിച്ച് നമ്മളും മാറണം. ഇല്ലെങ്കിൽ ഏറ്റവും നല്ല ട്രോൾ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ മാറും. മാറിയിരിക്കുന്നല്ലേ? അടിച്ച് കയറി വാ. അത് റിയാസ് ഖാൻ തന്നെ ഡബ് ചെയ്തെന്നു. റിയാസ് ഖാൻ തന്നെ. അതെ, അടിച്ച് കയറി വാ. കറക്റ്റ് അവസാനം എത്ര ട്രോളാണ് വന്നിരിക്കുന്നത് അല്ലേ സെറ്റിൽ? ആക്ച്വലി ഇതിന്റെ അല്ല, എനിക്കത് തോന്നുന്നത് അത് ചിലപ്പോൾ വേറെ രീതിയിൽ ഇനി പുള്ളിക്ക് അങ്ങനത്തെ ഹ്യൂമറസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു വേറൊരു ഓപ്പണിങ് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇത്ര നാളെ റിയാസ് വില്ലൻ എന്നുള്ളത് മാറ്റിയിട്ട് ആ ഒരു ടാഗ് മാറ്റി വേറെ രീതിയിലുള്ള ക്യാരക്ടേഴ്സുമായിട്ട് ആൾക്കാർ അപ്രോച്ച് ചെയ്യും. സോ ദാറ്റ് ഇസ് അനദർ ഓപ്പർച്യൂണിറ്റി. ആ രീതിയിൽ നമുക്ക് കണ്ടാൽ മതി. പോസിറ്റീവ് നോട്ടിൽ ടു കൺട്രീസിൽ നല്ല വേഷം ചെയ്തിട്ടുണ്ട് പുള്ളി. മറ്റേ ഒരു ഇതായിട്ട് പക്ഷെ അടിപൊളിയായിരുന്നു സാധനം. ഇതിന്റെ സെറ്റിൽ ആക്ച്വലി എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഇപ്പം നോർമലി സുരാജേട്ടന് അല്ലെങ്കിൽ ചാക്കോഷിന് ഇവർ ഓഫ് കോഴ്സ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ അതിന്റെ കഥകൾ ഉണ്ടായിരുന്നു ഇതിന്റെ ഇടയ്ക്ക്? സെറ്റ് മുഴുവൻ ഫണ്ണായിരുന്നു? എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫണ്ണിനേക്കാൾ കൂടുതൽ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു സെറ്റാണിത്. അത് കോ ആക്ടേഴ്സ് ആണെങ്കിലും ഡയറക്ടറിന്റെ കൂടെയുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. അങ്ങനെ ടെൻഷനായി ചീത്ത പറഞ്ഞ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല ഇതില്. ഭയങ്കര ബേസിക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സ് ഉണ്ടെങ്കിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ചെയ്തിട്ടുള്ള ആ സിംഹമായിട്ടാണ്. അതിനോട് വേറെ റൊമാൻസ് വല്ലതും ചെയ്യാൻ പരിധി ഒരു അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. ഒരു ലിമിറ്റ് വെക്കണമല്ലോ. പിന്നെ ഈ സിംഹം എന്ന് പറഞ്ഞാലും പുള്ളി നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ചില്ലറക്കാരനൊന്നും അല്ല. പുള്ളി ഹോളിവുഡ് ബോളിവുഡ് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കക്ഷിയാണ്. മോജോ എന്നാണ് പേര്. സൗത്ത് ആഫ്രിക്കക്കാരനാണ്. ഇഡ്രിസ് ആൽബയുടെ കൂടെയും അക്ഷയ് കുമാറിന്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്.
അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളെക്കാളും കുറച്ചും കൂടെ വിസിബിലിറ്റിയും ഗ്ലോബൽ അക്സെപ്റ്റൻസും ഉള്ള പ്രോ ആണ്, പ്രോ ആക്ടറാണ് പുള്ളി. സീനിയറാണ്. സീനിയറും പ്രോയും എല്ലാം. അപ്പോൾ പുള്ളിയോട് പിടിച്ചിരിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് ഈ മോജോ അല്ലെങ്കിൽ ദർശൻ എന്ന ക്യാരക്ടറിൻ്റെ നമ്മൾ ചെയ്തിരിക്കുന്നത് VFX യൂസ് ചെയ്തിട്ടുണ്ട്, ആനിമെട്രോണിക്സ് എന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം യൂസ് ചെയ്തിട്ടുണ്ട്, പ്ലസ് ഒറിജിനൽ സിംഹത്തിൻ്റെ മുന്നിൽ നമ്മൾ പോയിട്ടുണ്ട്. ഒറിജിനൽ ഇതിന്റെ ടീസർ വന്നപ്പോൾ ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞു സിംഹത്തിനെ കണ്ടിട്ട് ക്രഷ് അടിച്ചിരുന്നു. സിംഹത്തിനെ കണ്ടിട്ട് ക്രഷ് അടിച്ചിരുന്നു. പോയില്ലേ എന്റെ ചോക്ലേറ്റ് തൂക്കിന്ന് അല്ലേ. ചാക്കോച്ചൻ ഓരോ മൂവിക്ക് വേണ്ടി ചിലപ്പോൾ ഫിസിക്ക് ചേഞ്ച് ചെയ്യുന്ന വ്യക്തിയാണ്, ലുക്സ് ചേഞ്ച് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാഡ്മിൻ്റൺ ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, ഡയറ്റിംഗ് ഉണ്ട്, ഓട്ടം ഉണ്ട്, എവറിത്തിങ് യു ഹാവ്. അതിൻ്റെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് സുരാജ് ഏട്ടനോ അല്ലെ ടീമിനോ ഉണ്ടായിട്ടുണ്ടോ? ഈ സെറ്റിൽ അങ്ങനെ എന്തെങ്കിലും ആകർഷിച്ചിട്ടുണ്ടോ? അങ്ങനെ അല്ല, ഇവരൊക്കെ കണ്ടിട്ടാണ് ഞാൻ എക്സർസൈസ് തീരുമാനിച്ചത്. കാര്യം ഇദ്ദേഹമൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ കൂടെ ആയിരിക്കും, നല്ല ഫുഡ് വാങ്ങിച്ചു തരും, കംപ്ലീറ്റ് ഷൂട്ട് ലൊക്കേഷനാണ് അത്. ഇന്നല്ല, വളരെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. പ്രിയമ്മയുടെ കുറെ വെറൈറ്റി സാധനം, അങ്ങനെ ഫുഡിൻ്റെ ഒരാളാണ്. എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ കഴിക്കും. പക്ഷെ പുള്ളി കറക്റ്റായിട്ട് പോയി അത്ര ഇതിൽ അങ്ങ് അടിച്ചു തീർക്കും, ഇല്ലെങ്കിൽ നടക്കും, ഓടും. അപ്പൊ ഞാനും ഇപ്പൊ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. ശരിയാണോ? ശരിയാണ്. കാരണം ഞാൻ നോക്കുമ്പോൾ ഇപ്പൊ എന്നെക്കാൾ നല്ല ഫിറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്താ പരിപാടി, എന്ത് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? വർക്കൗട്ട് ചെയ്യുന്നില്ല, റൂമിന്റെ അകത്ത് തന്നെ 10-250 സിറ്റപ്പ് ഒക്കെ എടുക്കുന്നു അല്ലേ. സിറ്റപ്സിന്റെ ആളാണ്. ഇപ്പൊ നീന്തൽ തുടങ്ങി. രണ്ടും കൽപ്പിച്ചാണ്. പിന്നെ കുഴപ്പമില്ല, ഒരു 3-4 മാസത്തിനുള്ളിൽ ഒന്ന് ടോണ്ടാവും, അടിപൊളിയാവും. ടോണ്ടാണ് ടോണ്ടല്ലേ, ടോണ്ടാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ നമുക്കൊരു അവാർഡൊക്കെ കിട്ടുന്ന ടൈം വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നാഷണൽ അവാർഡൊക്കെ കിട്ടുമ്പോൾ സ്പെഷ്യലി ഒരു ആക്ടർ നമ്മളെ കോൾ ചെയ്യുന്നു, അവാർഡൊക്കെ കിട്ടിയില്ലേ മോനെ എനിക്കൊരു സമ്മാനമൊക്കെ വേണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അത് വേറൊരു കാറ്റഗറിയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം സുരാജ് ചേട്ടന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ സമ്മാനം കൊടുത്തു. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഒരാള് സുരാജ് ചേട്ടനെ വിളിച്ചു, ഒരു ആക്ടർ നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞു, എന്നിട്ട് പറഞ്ഞു എല്ലാം ശരി തന്നെ, പക്ഷെ എനിക്ക് എൻ്റെ ഒരു സമ്മാനം കൊണ്ടു തരണമെന്ന് പറഞ്ഞില്ലേ. ഞാൻ തന്നെ ഇപ്പുറത്തിരിക്കുന്ന ആള് ഞാൻ തന്നെ. എന്നിട്ട് ഞാൻ മിഠായിയുടെ പൊതിയെങ്കിലും നീ തന്നു. ഞാൻ കൊടുത്തു. ഞാൻ നാഷണൽ അവാർഡ് കഴിഞ്ഞിട്ട് നോ അതല്ല, നാഷണൽ അവാർഡ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ അഭിനയിക്കാൻ പറ്റുന്ന പടം ഇദ്ദേഹത്തിന്റെയാണ്. ബംഗാളിൽ വെച്ച് ഷൂട്ട് ചെയ്ത പടം ഭയ്യ ഭയ്യ. നേരെ വരുന്ന അവിടുന്ന് നമ്മള് തൊടുപുഴ തൊട്ട് അങ്ങ് ഇടുക്കി വരെ മറന്നുപോയോ ഉപയോഗിച്ചേട്ടന് ഞാനും നിങ്ങളും ഏത് ഇങ്ങനെയൊക്കെ ചുമ്മാ വെറുതെ ഒന്നുമില്ല, അങ്ങ് അറ്റം വരെ മുട്ടായി തീറ്റായിരുന്നു. എവിടുന്ന്? തൊടുപുഴ തൊട്ട് ഇടുക്കി. എവിടെയായിരുന്നത് ഓർമ്മയില്ല, കള്ളം പറയുമ്പോഴേ ഒന്നും സത്യമാണെങ്കിൽ ഇപ്പൊ ഓർത്താനെ കറക്റ്റ് പറഞ്ഞ ഇത് ഇല്ലടാ അങ്ങനെ ഒരു സംഭവം. കോട്ടയം ഒരക്കെയാണ്. ഇവിടുന്ന് കോട്ടയം, സോറി തൊടുപുഴയല്ല, ഇവിടുന്ന് കോട്ടയം 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ ഇടയ്ക്ക് വാങ്ങിച്ചെന്നില്ല ഇന്ന് പരാതിയാക്കല്ലേ. അതുപോലെ ഈ ട്രാഫിക് മൂവിയില്ലേ, ട്രാഫിക് മൂവിയിൽ ശ്രീനേട്ടൻ അധികം അങ്ങനെ വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയല്ലല്ലോ. അധികമൊന്നുമല്ല, ഒട്ടും ഓടിക്കാറില്ല. ഞങ്ങളൊക്കെ ജീവൻ പണം വെച്ച് അതിനകത്ത് ഇരുന്നു ഞാനും ആസിയൊക്കെ. അപ്പൊ അതിനകത്ത് മറ്റേണ്ട് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് റൈറ്റിലോട്ട് ഏതോ ഒരു തിട്ടയുണ്ട്, ആ തിട്ടയിലോട്ട് വണ്ടി വളച്ച് കയറ്റി എന്തോ ക്ലച്ചിന് ബ്രേക്ക് ചെയ്യാൻ ഓർത്തെങ്ങാണ്ട് ക്ലച്ച് ആക്സിലേറ്റർ ക്ലച്ച് പോലും അല്ല, ആക്സിലേറ്റർ പ്രസ് ചെയ്തിട്ടാണ് ആ തിട്ട കയറി അങ്ങനെ നിന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു അതിനകത്ത്? എല്ലാം ഉള്ളത് തന്നെ. വണ്ടി മറിയാതിരിക്കാൻ വേണ്ടി ഇടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഹാൻഡ് ബ്രേക്ക് പിടിച്ചു വലിക്കും, ആസിഫ് ഗിയർ ന്യൂട്രലോട്ടാക്കും, സ്റ്റിയറിംഗ് പിടിച്ച് ഇങ്ങോട്ട് തിരിക്കും. അങ്ങനത്തെ ഒക്കെ പല കലാപരിപാടികളും ചെയ്തിട്ടാണ് ഞങ്ങളെല്ലാവരും ഒറ്റ പീസിൽ ഇപ്പോൾ നിങ്ങളുടെ മുമ്പ് ഇരിക്കുന്നത്. ഒറ്റ പീസില് അതാണ് പോയത്. അപ്പം ശ്രീനേട്ടൻ അങ്ങനെ വണ്ടി അത് ഓടിക്കാത്തോണ്ടേ ഒരു ടെൻഷനും ഉണ്ടായിരുന്നല്ലോ. ആ പുള്ളി ആദ്യമേ പറഞ്ഞല്ലോ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. ഇന്ന് സത്യസന്ധമായിട്ട് ശരിക്കും എന്റെ റോള് വിനീതിനും ആസിഫിന്റെ റോള് ധ്യാനും ആയിരുന്നു. ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് ഇവര് നൈസായിട്ട് അത് വിനീത് ആദ്യം തന്നെ തട്ടിപ്പോകുന്ന റോള് എനിക്കത് മതിയെന്ന് പറഞ്ഞിട്ട് അതെടുത്തു. ധ്യാൻ ആ ഏരിയയിലേക്ക് സിനിമയിലേക്കില്ല നമ്മൾ തൽക്കാലത്തേക്ക് മാറി നിൽക്കുകയായിരുന്നു.
ഡ്രൈവിംഗ് അറിയില്ല. ഇപ്പോഴാണെങ്കിൽ അതങ്ങനെ പറഞ്ഞതല്ലേ. എന്നിട്ട് പിന്നെ അത് പിറ്റേ ദിവസം എങ്ങാണ്ടാണ് ശ്രീനേട്ടൻ പറഞ്ഞിട്ടുള്ള ആസയോട് എങ്ങാണ്ട് പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങനെ പിറ്റേ ദിവസമല്ല, ഫസ്റ്റ് തുടങ്ങുന്ന ആ ദിവസം വണ്ടി എടുക്കാൻ നേരത്ത് ഞാൻ ചുമ്മാ ചോദിച്ചതാണ്, ഡ്രൈവിംഗ് ഒക്കെ അറിയാലോ അല്ലേ? ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. കൂളായിട്ട്. ഞാൻ ചുമ്മാ ഇല്ല, സത്യമായിട്ട് എനിക്കറിയില്ല. ചേട്ടനല്ലേ ഫുള്ളി പടത്തിൽ ഓടിക്കുന്നത്? അതെ. പേടിയില്ലേ? ഞാനെന്തിനു പേടിക്കണം, നിങ്ങളല്ലേ പേടിക്കേണ്ടത്. കറക്റ്റ് അല്ല. അത് ശരി, ഇതെവിടെ തന്നെ ആയോ? ഞാനെന്തിനു പേടിക്കണം. തീർന്നു. പിന്നെ ഒരു അതേപോലെ ഈ സിംഹമായിട്ട് അഭിനയിക്കേണ്ട കാര്യം പറഞ്ഞപ്പം ജേക്കോട് ചോദിച്ചു, പേടിയില്ലേ? ഞാനിതിന് പേടിക്കുന്നത്, നിങ്ങളല്ലേ അഭിനയിക്കുന്നത്. സൗത്ത് ആഫ്രിക്ക ചെന്നപ്പോ പുള്ളി ആദ്യം തന്നെ പുള്ളിയുടെ കാര്യമൊക്കെ സേഫ് ആക്കി ഏറ്റവും ഉറപ്പുള്ള ഇരുമ്പ് കൂട്ടിനകത്ത് പുള്ളി സേഫായിട്ട് കയറിയിരുന്നു. കാരണം ഈ ഷൂട്ടിങ്ങിന് പോകുമ്പോ സിംഹം പുറത്ത് ചുമ്മാ ഈസി ആയിട്ട് നടക്കും, ഫ്രീ ആയിട്ട്. സിംഹമായിട്ട് ഷൂട്ട് ഉണ്ടായിരുന്നു. നമ്മളെ കൂടിന്റെ അകത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഷോട്ടിന്റെ സമയത്ത് തൊട്ട് മുമ്പ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങും, സിംഹം അപ്പം അടുത്തോട്ട് ഇങ്ങനെ വരും. ഒരു ലിമിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ഓടി അകത്തോട്ട് കൂട്ടിനകത്തോട്ട് കയറിയിരിക്കും. നമ്മൾ കയറണം. അതെ, നമ്മൾ ക്യൂ തരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കയറും. ക്യൂ തരുന്നത് വരെ നമ്മൾ അത്രയും റിസ്ക് എടുക്കില്ല. അതിനു മുമ്പ് നമ്മൾ അകത്തോട്ട് കയറും. സിംഹത്തിന് എന്ത് ക്യൂ? അല്ല, ട്രെയിനർ പറയും ഇപ്പൊ നിങ്ങൾ പേടിക്കണ്ട, ഇതിന് കുതിരയുടെ ഇറച്ചിയാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് നമ്മളെ കഴിക്കല. ആരെണ്ണ ഇതിപ്പോ സെമച്ചാറിൽ നിന്ന് അടിക്കണമെന്ന് ഒരു ദിവസം തട്ടുകടയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാ ആഗ്രഹമില്ലാത്ത ഒരു തട്ട് വെച്ച് ചമ്മന്തി അടിക്കാൻ. പറയാൻ പറ്റത്തില്ലല്ലോ. ക്യൂ ആണ് നമ്മുടെ ശവത്തിന് മറ്റേ റീത്ത് വെക്കാൻ വേണ്ടിയുള്ള ക്യൂ ഉണ്ടാവും. അത്ര. അയ്യോ, അനഘയ്ക്ക് എങ്ങനെയുണ്ട് സിംഹവുമായിട്ടുള്ള എന്തെങ്കിലും? ഇല്ല, എനിക്ക് ഇന്ററാക്ഷൻ ഇല്ല. സേഫ് ആണ്. നമ്മളിത് കണ്ടു നിൽക്കുന്ന എന്ത് സന്തോഷം ആശ്വാസം നോക്കിയേ അവിടെ. ഇവിടെ ഏറ്റവും കൂടുതൽ പരിചയം നമ്മളൊക്കെ ആയിട്ട്, പക്ഷെ അനഘ രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്തിലാണ് ഏറ്റവും കൂടുതൽ. ഒരാളെങ്കിലും അത് അതിനു വേണ്ടി ഒരുമാതിരി ആണുങ്ങളെ സ്വഭാവം നടിക്കുന്നത്. തനി ആണുങ്ങളെ സ്വഭാവം, വെറും ആണുങ്ങളുടെ സ്വഭാവം. വെറും ഒരാളെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞല്ലോ എന്നുള്ള ആശ്വാസം നമുക്കുണ്ടല്ലോ. അപ്പൊ ഇതിന് പ്രിപ്പയർ ചെയ്ത് എങ്ങനെ ശരിക്കും ഈ റിയൽ ആയിട്ടുള്ള സംഭവമായിട്ട് നമ്മൾ ഓർത്തിട്ട് പോലും ഉണ്ടാകത്തില്ല ഇങ്ങനെ നമ്മൾ അതിനുള്ള ടൈം കിട്ടിയില്ല എന്നുള്ളതാ. കാരണം ഡേറ്റ് ചോദിക്കുമ്പോൾ സിംഹമായിട്ടുള്ള ഒറിജിനൽ കോമ്പിനേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. VFX, ആനിമെട്രോണിക്സ്, പിന്നെ ചുമ്മാ അവിടെ ഇവിടെ നോക്കി സിംഹം ഉണ്ടെന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുക, റിയാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞിട്ടാണ് ഒറിജിനൽ സിംഹമായിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സാധനം കിട്ടില്ല, അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി റിയാലിറ്റി നമുക്ക് മിസ്സാവും എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. പിന്നെ നമുക്ക് കുറച്ചുകൂടി തന്നു ഹോളിവുഡിൽ ഇന്ന ആളോടൊപ്പം ബീസ്റ്റ് എന്ന് പറയുന്ന പരിചയമുള്ളതാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു. നല്ല എക്സ്പീരിയൻസ്. ഏതോ ഒരു ഷോട്ട് എടുക്കുമ്പം സിംഹം വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഹൈറ്റിലോട്ട് ചാടി. അപ്പൊ ട്രെയിനർ എൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അതല്ല, അതിൽ എനിക്ക് ഏറ്റവും ഞാൻ ചിരിച്ചത് സംവിധായകൻ മറ്റൊരു സിംഹത്തിന്റെ വഴിക്ക് പോകില്ല, അത് ട്രെയിനർ പറയുന്ന പോലെ ഒന്നും സിംഹം നിൽക്കത്തില്ല. ഇല്ല, ഈ സംവിധായകൻ ഒരു കൂട്ടിനകത്ത് കിടക്കുകയാണല്ലോ. പുള്ളി സേഫായിട്ട് നിൽക്കണം. എല്ലാരും കൂട്ടിനകത്താ, നമ്മളും കൂട്ടിനകത്താ, പക്ഷെ അഭിനയിക്കുന്ന സമയത്ത് മാത്രം കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങും. സംവിധായകൻ ഇങ്ങനെ നിന്നിട്ട് മറ്റേ സിംഹം ചാടണോണ്ട് ഈ കൂടോടുകൂടി ചാട്ടി, കൂടോടുകൂടി അങ്ങനെ കഴുത്തൊളിക്ക് 2 ദിവസം ഹോസ്പിറ്റലിൽ. അങ്ങനെ മൊത്തം 7 ദിവസം എടുത്തു. 5 ദിവസത്തിൽ തീരേണ്ട പരിപാടിയാ. സിംഹം ഒന്നിരാടെ അഭിനയിക്കും, അതിന് വയറ് കുത്തു കഴിഞ്ഞാൽ പിന്നെ അഭിനയിക്കില്ല. അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ആഹാരം കൊടുത്തല്ലേ ഇതിനെ അങ്ങോട്ട് നോക്കടാ, നോക്കാൻ നേരത്ത് ഒരു സാധനം വെച്ചു കൊടുക്കും, ഒരു ഷോട്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സിംഹത്തിനായിരുന്നു എക്സ്പീരിയൻസ്. കാര്യം ഇത് എന്താടേ, ഓരോരുത്തർ വരുന്നു, കൂട്ടിൽ കയറുന്നു, അതിന്റെ ജോലിയല്ലേ എടുക്കുന്നത്. ഫസ്റ്റ് ഡേ കാണാൻ വരുമോ? ഇറക്കി വിടണം സിംഹത്തിനെ ഫസ്റ്റ് ഡേ കാണാൻ വരുമോ? അടിപൊളി. ഓക്കെ, ഇനി ഫൈനലി ചെറിയ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻ സിനിമ റിലേറ്റഡ്. ഈ സെറ്റിൽ എന്തെങ്കിലും ഒരു ഇപ്പൊ ചിലപ്പോൾ സെറ്റിലൊക്കെ ചിലപ്പോൾ ഫൺ വൈബ് ഇല്ലേ പോലും ചിലപ്പോൾ ചിലരെ പറ്റിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടാവും, ആക്ടേഴ്സ്. അങ്ങനെ എന്തെങ്കിലും ഒരു പറ്റിയിലോ അല്ലെങ്കിൽ ഒരു പ്രാങ്ക് ഒക്കെ നടന്നിട്ടുണ്ടോ ഈ സിനിമയിൽ? ചുമ്മാ പ്രൊഡ്യൂസറാണ് അത് ചെയ്തത്. അങ്ങനെ പറ്റി, പക്ഷെ പുള്ളി ഇത് ചെയ്തെന്നാ പ്രാങ്ക് ചെയ്തെന്നാ പറയുന്നത്. പ്രാങ്ക് ആണെന്ന് പറഞ്ഞിട്ട് അതങ്ങ് അങ്ങനെ ഡീൽ ചെയ്തല്ലേ? ഇല്ല, അയ്യോ പാവം, ഇതങ്ങനെ ഇത് ഒരിക്കലും കട്ട് ചെയ്ത് കളയല്ലേ.
ഷാജി ചേട്ടാ അയ്യോ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവ് ആയിരുന്നു. ഷാജി ചേട്ടന് ഇതുപോലെ ഒരു കൂട്ടി കയറി അവിടെ ചെന്നിട്ട് പിന്നെ ഒരാഴ്ച ചെന്നിട്ട് മറ്റേ ആ ട്രെയിനർ പറഞ്ഞ് ഇത് ഇവിടെ കിടക്കട്ട് കൊള്ളാന്ന്. ഷാജി ചേട്ടനാ പാവം, ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ ഷാജി ചേട്ടൻ പറഞ്ഞു എന്ത് വേണോ പറഞ്ഞോ മക്കളെ, എനിക്ക് പടമാണ് പടം പടം ഓടണം. അത്ര അല്ല, അതാണ് അതിൻ്റെ ഒരു, അങ്ങനെ വേണമല്ലോ. ഈ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു, ഇപ്പൊ ശ്രുതി ഉണ്ടായിരുന്നു, അപ്പം മൊത്തത്തിൽ പെട്ടെന്ന് പറ്റിയാൻ പറ്റിയ ഒരാളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് പറഞ്ഞാൽ വിശ്വസിക്കും. ചിലപ്പോൾ ഒരു കഥയൊക്കെ പറഞ്ഞെന്നിരിക്കും, അപ്പോൾ അത് ഓ ആണല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതാരായിരിക്കും? എന്ത് പറഞ്ഞാലും ഈസിലി നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ആരുമില്ല. എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന അങ്ങനെ ഒരു, അങ്ങനെ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരി അങ്ങനെയാണെന്ന് വിചാരിച്ചു. പുള്ളിക്കാരി റിയാക്ഷൻസ് ഒക്കെ കണ്ടപ്പോൾ ആദ്യം പിന്നീട് മനസ്സിലായത് പുള്ളിക്കാരി ഞങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക. ഫുഡ് എന്ന് പറഞ്ഞാൽ അപ്പം ആദ്യം ഓടിയെത്തുന്ന വ്യക്തി രണ്ടുപേരും. പക്ഷെ ആദ്യം ചാക്കോച്ചനാണ് എത്തുന്നത്, പിന്നെ പുറകെയാണ്. അല്ല അവിടെ നിന്നാണ് ഫുഡ് ഇങ്ങോട്ട് എത്തുന്നത്. അതുകൊണ്ട് എന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് എന്റെ ഫുഡ് അവിടെ പോകും, എന്നിട്ട് എന്റെ അടുത്തോട്ട് വരുള്ളൂ. ഞാൻ ടെസ്റ്റ് അടിച്ചിട്ട് അങ്ങോട്ട് വിടുന്നത്. നല്ല അടിപൊളി ടേസ്റ്റി ഫുഡ് ആയിരുന്നു അല്ലേ. ഒയ്യോ കണ്ണൂർ. പിന്നെ ആ സമയം ഇപ്പൊ പ്രിയമ്മയുടെ ഒക്കെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അല്ലേ, വെഡിങ് ആനിവേഴ്സറി എല്ലാം ഒരുമിച്ച് തിന്നു മരിച്ചു. മലപ്പുറം അതിൽ നിന്ന് ആ ഞാൻ പറഞ്ഞില്ല വൈഫ് ഉള്ളപ്പോ ഞാൻ വളരെ ഡീസന്റ്. ഇല്ലാന്ന് പ്രിയാമ്മ ഇവിടെ ഉണ്ട്, ഉള്ളു കരയുന്ന എനിക്കറിയാം. അങ്ങനെ ആണുങ്ങളെ പോലെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഇതുപോലെ ഏറ്റവും കൂടുതൽ ചിരിച്ചൊരു ദിവസം ഏതായിരിക്കും സെറ്റില്? ഒരുപാട് ദിവസം സംഭവിച്ചിട്ടുണ്ട്. അന്ന് തുഷാരടി എല്ലാരും ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ ചിരിച്ച കഥകള് പറഞ്ഞിരുന്നു. ഭയങ്കര ശരിയാ. വിഷു ഉള്ളപ്പോ ഭയങ്കര ഒരു കണ്ടിന്യൂസ് ഒരു മാലപ്പടക്കത്തിൽ സംസാരിക്കുന്ന രീതിയും ഒരു ജയറാമേട്ടൻ പറയുന്നത് ഗർഭജൻ ഞാൻ ആദ്യം ഇങ്ങോട്ട് പോയപ്പോഴത്തേക്ക് എന്നെ പറയാനെന്ന് പറഞ്ഞു, ചാക്കോച്ചൻ ഇവിടെ ഇരിക്കുക, സിംഹത്തിന്റെ ഇവിടെ പോകടുന്ന് ഈ പരിപാടി ഇല്ലേ വിഷുവിന്റെ രീതി. ഫൺ ആളായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്. സ്വന്തമായിട്ട് ഏറ്റവും കൂടുതൽ സേഫ്റ്റി നോക്കുന്ന ഒരാൾ, നൈസായിട്ട് എസ്കേപ്പ് ചെയ്യും. അതിപ്പം പ്രത്യേകിച്ച് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാം. ഡയറക്ടർ ആണ്, ഡയറക്ടർ തന്നെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് കൂട്ടി കയറിയ പുള്ളിയാ. അത് ഏറ്റവും ഉറപ്പുള്ള കൂടെ ഏതാന്ന് പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ കൂടെ സെലക്ട് ചെയ്ത് ഫുൾ ടൈം അതിനകത്ത് തന്നെ. ഓക്കെ, അടിപൊളി. ഇതില്ലാത്തതുകൊണ്ട് എന്തായാലും ഞങ്ങളൊരു ഹായ് തരുന്നു. മാസ്റ്റർ ബ്രെയിൻ, ദ പില്ലർ. ഓക്കെ, ഇതുപോലൊരു എൻകൗണ്ടർ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തുവാ? ചിലപ്പോൾ ഒരു വൈൽഡ് ആനിമൽ എന്ന് മാത്രമല്ല പറയുന്നത്, ഒരു നാരോ എസ്കേപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും പറയാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ റിലേറ്റ് ചെയ്ത് ഓ ഭാഗ്യം രക്ഷപ്പെട്ടു. ചിലപ്പോൾ ഒരു ട്രാവലായിരിക്കാം, വണ്ടി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതൊരു കാട്ടിൽ പോയതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരിക്കാം. അത് ചിലപ്പോൾ സംഭവിച്ചേക്കാം, പക്ഷേ ഭാഗ്യം കൊണ്ട് സംഭവിച്ചില്ല, അതായിരിക്കാം. സംതിങ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കാം? അങ്ങനെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു എൻകൗണ്ടർ, പക്ഷെ അതിന് രക്ഷപ്പെടാൻ പറ്റിയില്ല. ആ, എൻ്റെ പേരാണ് കല്യാണം എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് എന്തായാലും ഇത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടേ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു, ശ്രമിച്ചാലും പറ്റില്ലെന്നൊക്കെ അല്ലേ. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. സുരേട്ടനാണെങ്കിലോ? എനിക്കങ്ങനെ ആക്സിഡന്റുകളൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. കഷ്ടിച്ചിട്ട് പിന്നെ പട്ടി അടിച്ചത്, പട്ടി രക്ഷപ്പെട്ടു, പട്ടി രക്ഷപ്പെട്ടു, അങ്ങനെയൊക്കെ അല്ലേ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇത് തന്നെയാണ് അതിന്റെ, ഇനി അതിന്റെ മേളിൽ അടിക്കാനില്ല. അതും അവിടെയും അത് തന്നെ. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും എന്ത് അനുസരണയോടുകൂടി. സോ എനിവേസ്, ഒരു കിടിലം മാസ് എൻ്റർടൈൻമെൻറ്റ് ഫൺ സർവൈവൽ പാക്കേജായി മാറട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ ലവ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിനെ റിലേറ്റ് ചെയ്ത് കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അവരൊക്കെ വന്ന് ഇത് പൂർണ്ണമായി ഇതൊരു മൂവിയായി മാറുന്നു. ആൻഡ് നിങ്ങളുടെ കോമഡി കാണാം. ഇതിലകപ്പെടുന്ന ആളാണ്, ഇച്ചിരി വെള്ളമൊക്കെ അടിച്ചിട്ട് അകപ്പെടുന്ന ആളാണ് ചാക്കോച്ചൻ.
അവിടുത്തെ സൂപ്പർവൈസറാണ് സുരാജ് ഏട്ടൻ, ആൻഡ് ചാക്കോച്ചൻ്റെ ലവറാണ് അനഘ. അപ്പോൾ ഇത് ഞങ്ങൾ വി ഓൾ ആർ ബാഡ്ലി വെയിറ്റിംഗ് ടു സീ ദ മൂവി ഓൺ June 14th. മഴയൊക്കെ മാറട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.